പി.വി. അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു ഇന്ന് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും. ഒപ്പം ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്താക്കി എന്ന വിമർശനം പരക്കെ സമൂഹ മാധ്യമങ്ങളിലുണ്ട് താനും. ചോദ്യങ്ങൾക്കുത്തരമായോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നിജമോ പൊയ്യോ അൻവറിൻ്റെ മുഖം എന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം കോൺഗ്രസിൽ നിന്നും അനിലക്കര, CPM-ൽ നിന്നും അഡ്വക്കേറ്റ് K. അനിൽകുമാർ, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് S. ജയസൂര്യൻ എന്നിവർ. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് K. അനിൽകുമാറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, തീർച്ചയായും ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ ഇത്രയും അധികം പ്രതിസന്ധിയിലായൊരു നിമിഷമുണ്ടാവില്ല ഒരു സ്വതന്ത്ര MLA കൊണ്ട്. 23-24 ദിവസങ്ങളായി ഈ പി.വി. അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ വളരെ മൃദുവായ മറുപടി നൽകി. സംയമനത്തോടെ പാർട്ടിയും പാർട്ടി നേതൃത്വവും ആ വിമർശനങ്ങൾ കേട്ടു. പിന്നീട് കടുപ്പിക്കുന്നത് കണ്ടു, മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കുന്നത് കണ്ടു. ഒടുവിൽ ഇന്ന് ഇപ്പോൾ ഇതാ CPM-ന്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പി.വി. അൻവർ പുറത്തായിരിക്കുന്നു. മലബാറിൽ, നിലമ്പൂരിൽ പാർട്ടിയെ കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് അടുപ്പിച്ചൊരു നേതാവിനെയാണ് നിങ്ങൾ പുറത്തു നിർത്തുന്നത്. MN വിജയൻ മാഷിൻ്റെ ഭാഷയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വൈറലായിരിക്കുന്ന വാചകം പറഞ്ഞാൽ, ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് മുറിയിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയോ? ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയല്ലേ അഡ്വക്കേറ്റ് K. അനിൽകുമാർ? ഈ നവമാധ്യമങ്ങളിലെ അരബുദ്ധിയുള്ളവർ പറയുന്നത് നമ്മൾ എടുത്തു പറഞ്ഞാൽ നമ്മൾ തന്നെ മണ്ടന്മാരായി പോകും. ഇന്നലെ വൈകുന്നേരം അൻവർ പറഞ്ഞത് ആ ക്ലാസ്സിൽ ഞാനില്ല എന്നാണ്. സ്വയം ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയി എന്ന് ഇന്നലെ പറഞ്ഞ ഒരാൾ അയാളെ ഇന്ന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്ന് എഴുതുന്ന ആളുകളുടെ ബുദ്ധിയെ നമുക്കൊന്ന് പരീക്ഷിക്കണ്ടേ, ആലോചിക്കണ്ടേ? ഇതൊക്കെ ആരെങ്കിലും വിജയൻ മാഷ് പറഞ്ഞു എന്ന് വിചാരിച്ച് പറഞ്ഞ സാഹചര്യം വേറെയാണ്. ഞാനതുകൊണ്ട് അൻവർ ക്ലാസ്സിനകത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വിട്ടുവീഴ്ച അൻവർ ചെയ്യരുത് കേട്ടോ. കേരള ഭരണത്തെക്കുറിച്ച്, CPM-നെ കുറിച്ച്, LDF-നെ കുറിച്ച്, ഞങ്ങളുടെ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കന്മാരെ കുറിച്ച്, ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് മൂടി വെക്കാതെ പറയാനുള്ള ആർജവം ഉണ്ടെങ്കിൽ കാണിക്കണം. ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അല്പമെങ്കിലും തെളിവ് വേണം, വെളിവ് വേണം. കള്ളക്കടത്തുകാരെ കൊണ്ടുവന്ന് സാക്ഷി നിർത്തിയിട്ട് ആ സാക്ഷ്യം പറഞ്ഞാൽ കേരളം സ്വീകരിക്കുമോ എന്ന കാര്യം അല്പ സംശയമുണ്ട്. അൻവർ ഈ വിഷയം ഉയർത്തിയപ്പോൾ പാർട്ടി പ്രതിസന്ധിയിലാകുക അല്ല ചെയ്തത്. ഉർവശി ശാപം ഉപകാരം എന്ന് പറയണ പോലെ ഞങ്ങളിത് വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അൻവർ എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായി, അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായി. അൻവർ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എന്നാൽ അൻവറിനെ ഒരു മുറിക്കകത്ത് വിളിച്ചിരുത്തി അൻവർ എന്താ പ്രശ്നം, ശരി, നമുക്കത് വർത്തമാനം പറഞ്ഞെങ്കിൽ തീർത്തേക്കാം. ഉടനെ ആരെക്കുറിച്ചാണ് പരാതി, അയാളെങ്കിൽ വിളിച്ചു, ഇനി ഇങ്ങനെ പോകരുത്, ഒട്ടിച്ച് വിട്ടേക്കാം. ഇതാണോ CPM തീരുമാനിച്ചത്? അങ്ങനെ CPM തീരുമാനിച്ചിരുന്നെങ്കിൽ അൻവർ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിക്കേണ്ടതുണ്ടായിരുന്നു. ഞങ്ങൾ അൻവറുടെ സൗജന്യമല്ല ചോദിച്ചത്. അൻവറിനോട് പറഞ്ഞത് ഈ വെളി പറഞ്ഞു നടക്കാതെ LDF-ൻ്റെ MLA ആണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു കടലാസ് എഴുത്താം, ഇല്ലേ പാർട്ടിക്ക് എഴുത്താം. നിങ്ങളുടെ പരാതി ശരിയാണെങ്കിൽ നീതി കിട്ടും. മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി കൊടുത്തു. എഴുതി കൊടുത്ത പരാതി അപ്പം തന്നെ മുഖ്യമന്ത്രി പാർട്ടിയോട് തന്നെ ആലോചിക്കുന്നില്ല, നേരെ അദ്ദേഹം കൈമാറുകയാണ്. കാരണം എന്താണ്, പാർട്ടിക്ക് ഇതിൽ പറയാനൊന്നുമില്ല. മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കിട്ടിയാൽ അത് കൈമാറേണ്ടത് പോലീസിനാണ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൈകാറി, അത് പൊതുരേഖയാണ്. അതിലുന്നയിക്കുന്ന ആക്ഷേപങ്ങൾ തെളിയിക്കാനുള്ള ബാധ്യത അൻവറിനാണ്, അത് വേറെ ആരുമല്ല. ചാനലുകാരോട് പറഞ്ഞിട്ട് വേണമെങ്കിൽ രക്ഷപ്പെട്ടു പോകാം. ഇന്ന് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ അൻവർ ചെയ്ത കാര്യങ്ങൾ, അൻവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുന്നത്, ഞാൻ നന്ദിപൂർവ്വം റിപ്പോർട്ടറിൻ്റെ സുജയ പാർവതിയെയും അതുപോലെ ബഹുമാനപ്പെട്ട അരുൺകുമാറിനെയും ആദരവോടെ ആ ചോദ്യങ്ങൾക്ക് ഞാൻ നന്ദി പറയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ചുമതല നിർവഹിച്ചു. മുഖ്യമന്ത്രിക്കെതിരായിട്ടൊന്നും പറയാൻ ADGP കൂട്ടിക്കാഴ്ച ശരിയാണ്, അതിനപ്പുറമൊന്നുമില്ല. തെളിവുകളില്ലായിരിക്കും. പക്ഷേ അൻവർ ഉയർത്തിയ ADGP-യെ കുറിച്ചുള്ള ചോദ്യം CPI ആവർത്തിക്കുന്നുണ്ട്. ഇന്ന് CPM-ന്റെ വയനാട് ജില്ലാ സെക്രട്ടറി ആവർത്തിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ പല രീതിയിൽ പല ആളുകളാൽ ഉയർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ക്രമസമാധാന ചുമതലയിൽ നിൽക്കുകയാണ് ഇപ്പോഴും ADGP MR അജിത് കുമാർ. അതേസമയം
പാർട്ടിക്ക് വേണ്ടി പല ഘട്ടങ്ങളിലും പോരാളിയായി രംഗത്തിറങ്ങിയ PV അൻവറിനെ ADGP MR അജിത് കുമാറിന് വേണ്ടി ബലി കഴിച്ചോ എന്ന ചോദ്യം ചില കേന്ദ്രങ്ങളിൽ ഉയരുന്നുണ്ട്. അദ്ദേഹം ഇന്ന് CPM-ന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. തെരുവിൽ ഇന്നിപ്പോൾ PV അൻവറിന് വേണ്ടി പുരയ്ക്കുമീതെ ചാഞ്ഞാൽ വെട്ടിത്താഴ്ത്തും എന്ന മുദ്രാവാക്യവുമായി നിലമ്പൂരിൽ സഖാക്കൾ ഒരു കാലത്ത് PV അൻവറിന് ചെങ്കൊടിത്തണലൊരുക്കിയവർ തന്നെ ഇന്നത്തെ സായാഹ്നത്തിൽ PV അൻവറിനെതിരെ നിലകൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷെ അപ്പോഴും MR അജിത് കുമാർ സുരക്ഷിതരായി തുടരുന്നു ആഭ്യന്തര വകുപ്പിൽ. ആരും എവിടെയും സുരക്ഷിതരല്ല, ആരും അനിവാര്യരുമല്ല. അത് ADGP അനിവാര്യനല്ല. സർക്കാരിനൊരു നയമുണ്ട്. ഭരണപക്ഷി MLA ആകട്ടെ പ്രതിപക്ഷ MLA ആകട്ടെ ആക്ഷേപം ഉയർന്നു വന്നാൽ അന്വേഷിക്കും. അന്വേഷിച്ചാൽ വസ്തുതയുണ്ടെങ്കിൽ സ്ഥലം മാറ്റം മാത്രമല്ല, അതിനേക്കാൾ കടുത്ത നടപടി വരും. നിങ്ങൾ ഒരു വിഷയത്തിനകത്ത് 4 അന്വേഷണം ഏർപ്പെടുത്തി, അതിനൊരു റിപ്പോർട്ടും വരുന്നില്ല, അതിൻ്റെ ഇടയ്ക്ക് കയറി ഇതങ്ങ് ചെയ്തു എന്ന് പറയാൻ പറ്റും? എന്തടിസ്ഥാനത്തിലാണ്? നിങ്ങൾക്കൊരു നില വേണ്ടേ, നിജം വേണ്ടേ, നിങ്ങൾ പറയുന്നതിൻ്റെ വ്യവസ്ഥ വേണ്ടേ? മുഖ്യമന്ത്രി ആദ്യം തന്നെ പറഞ്ഞെന്താണ്? അന്വേഷിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ വരുന്ന വസ്തുതകൾ തീരുമാനമുണ്ടാകും. അതിൽ അറച്ചു നിൽക്കേണ്ട കാര്യമില്ല. അജിത് കുമാറുമായിട്ട് ഞങ്ങൾക്കെന്താ പ്രശ്നം? അജിത് കുമാറുമായിട്ട് ഞങ്ങൾക്കെന്താ പ്രത്യേക കാര്യം? വ്യക്തിപരമായിട്ട് ഈ കേരളത്തിലെ ഗവൺമെൻറ്റിലെ ഒരാൾക്കും അജിത് കുമാറിനെ മുൻനിർത്തി ഒന്നും നേടാനായിട്ടില്ല, നേടേണ്ട കാര്യവുമില്ല. അൻവറിൻ്റെ പരാതി എന്തായിരുന്നു? പാർട്ടി സഖാക്കൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ വില കിട്ടുന്നില്ല. എന്താ പാർട്ടിക്ക് കാര്യത്തുള്ള നയം? ഞങ്ങളുടെ നയം പാർട്ടി ഓഫീസിൽ, പോലീസ് സ്റ്റേഷനുകളിൽ, സർക്കാർ ഓഫീസുകളിൽ നീതി കിട്ടണം. പൗരന്മാർക്ക് നീതി കിട്ടുന്നില്ലെങ്കിൽ പാർട്ടി ഇടപെടും. പാർട്ടി ഇടപെടുന്നത് നീതി കിട്ടാതെ വരുമ്പോഴാണ്. നീതിപൂർവ്വം അക്കാര്യങ്ങൾ നടന്നാൽ അതിൽ പാർട്ടി ഇടപെടില്ല എന്നാണ് പാർട്ടി നയം. CPM-ന്റെ ഗവൺമെന്റ് വന്ന ശേഷമുള്ള ഒന്നാമത്തെ പിണറായി സർക്കാരിനെ കുറിച്ചുള്ള മാർഗരേഖയിൽ പറയുന്ന തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെയും വയനാട് ജില്ലാ സെക്രട്ടറിയുടെയും നിലപാട് അങ്ങനെ നീതിപൂർവമായ ഒന്നും കിട്ടുന്നില്ല പോലീസിൽ നിന്ന്. അത് അല്ലല്ല, അതെ 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 അവിടെ ഒരു കാര്യം വ്യക്തതയുള്ള കാര്യമാണ്. എന്താണ് വ്യക്തത? TK ഹംസ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ല. കേരളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മാതൃകാപരമായ പോലീസ് സംവിധാനമാണ്. എന്നാൽ പോലീസ് താഴെ പ്രവർത്തിക്കുമ്പോൾ വിവേകമില്ലാതെ പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. തൃശ്ശൂർ പൂരത്തിനകത്ത് ആ അങ്കിതദാസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മര്യാദയ്ക്കാണോ പെരുമാറിയത്? അല്പം വെളിവ് വേണ്ടായിരുന്നു? കൂടിയാലോചിച്ചിട്ട് പെരുമാറണ്ടേ? അത് ആർക്കാ യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? അങ്ങനെ പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സർവീസിലുണ്ട്. അതിനെ അവിടെ തന്നെ കൈകാര്യം ചെയ്യാനുള്ള ശക്തി കുറിച്ച് താങ്കൾ എന്താ പറയാത്തത്? അവിടെ അങ്കിതദാസിനെ ഓരോ മിനിറ്റിലും മുകളിലൊരു ADGP നിയന്ത്രിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മറുപടി കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥൻ പോലീസ് കമ്മീഷണറാണ്. അയാളുടെ പ്രൊറോഗേറ്റീവാണ് കാര്യങ്ങൾ. അവിടെ നടന്ന കാര്യങ്ങളുടെ വീഴ്ചകൾക്കും നേട്ടങ്ങൾക്കും അവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ADGP ഇപ്പോൾ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധന പോരാ, തൃപ്തികരമല്ല എന്ന പൊതുനില വന്നിട്ടുണ്ട്. അതിന്റെ മേലെ അന്വേഷിക്കുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ CPM ബന്ധങ്ങളിൽ നിന്ന് പുറത്തായിരിക്കുന്നു. സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും PV അൻവർ പറയുന്നു. PV അൻവർ നിജമോ പൊയ്യോ എന്നാണ് പരിശോധിക്കുന്നത്. കോൺഗ്രസ് പ്രതിനിധി അനിലക്കര, CPM പ്രതിനിധി അഡ്വക്കേറ്റ് K അനിൽകുമാർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് S ജയസൂര്യൻ എന്നിവരാണ് നമുക്കൊപ്പം. ഞാൻ അനിലക്കരയിലേക്ക് പോകുന്നു. അനിലക്കര, ഇന്ന് നിലമ്പൂരിൽ അല്പസമയം നടന്ന പ്രതിഷേധ മാർച്ചിൽ പറഞ്ഞത് ഗോവിന്ദൻ മാഷ് ഒന്ന് ഞൊടിച്ചാൽ കയ്യും കാലും വെട്ടിയെടുത്ത് പുഴയിൽ തള്ളും, പൊന്നെ എന്ന് വിളിച്ച നാവിൽ പോടാ എന്ന് വിളിക്കാനറിയാം. PV അൻവറിനെ പൂർണ്ണമായും പാർട്ടി തള്ളിക്കഴിഞ്ഞു. PV അൻവറിനെ നെഞ്ചിലേറ്റി നിലമ്പൂരിലെ സഖാക്കളും തള്ളിക്കഴിഞ്ഞിരിക്കുന്നു. PV അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. നിങ്ങൾ ഏറ്റെടുക്കുന്നത് PV അൻവറിനെയാണോ? PV അൻവർ ഉയർത്തിയ ചോദ്യങ്ങളാണോ? PV അൻവർ കാലഘട്ടങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ചു പോയ കോൺഗ്രസ് ബന്ധമാണോ നിങ്ങൾ ഇനി ഏറ്റെടുക്കാൻ പോകുന്നത്? അനിലക്കര. അല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ UDF-ന്റെ നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. PV അൻവറിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നിലപാടിനെക്കുറിച്ച്, അതിൻ്റെ പിന്തുണയെക്കുറിച്ചൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 3 വർഷമായും അല്ലെങ്കിൽ അതിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതികളും അതുമായി അദ്ദേഹത്തിൻ്റെ ചില ആക്ടിവിറ്റീസും ഒക്കെ
കൃത്യമായി ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ സമയത്തും ഞങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അതേ വിഷയങ്ങൾ തന്നെയാണ് ശ്രീ പി വി അൻവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ A. വിജയരാഘവൻ പറഞ്ഞ ഒരു വരിയാണ്, എൻ്റെ പാർട്ടി ചിതലരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പരാജയത്തിന് ശേഷം A. വിജയരാഘവൻ പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ അത് ശരിയായിരിക്കുന്നു എന്നാണ് ഇന്നിപ്പോൾ ഈ നിമിഷത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എന്താണ്, ഈ ഒരു ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞല്ലോ, ബൂഷോ പാർട്ടിയും ബൂഷോ മാധ്യമങ്ങളും. കേരളത്തിലെ ബൂഷോ പാർട്ടിയും ബൂഷോ മാധ്യമങ്ങളും ആരാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പോൾ മനസ്സിലായത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹം മെമ്പർഷിപ്പുള്ള CPM ആണ് യഥാർത്ഥത്തിൽ ബൂഷോ പാർട്ടിയായി മാറിയത്. ഇനി ബൂഷോ മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റവരിക്ക് പറയാം, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മാധ്യമവും കൈരളിയും ദേശാഭിമാനിയും ആ ബൂഷോ മാധ്യമങ്ങളായി മാറി എന്നതാണ് പറയാൻ കഴിയൂ. കാരണം എന്താണ്, നമ്മളൊന്ന് ഓർത്തു നോക്കണം. ഈ A. വിജയരാഘവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്നത്തെ ഇന്നിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് വിഷയമാണ്? കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കിഡ്നാപ്പിംഗ്, അങ്ങനെ നിരവധിയായ വിഷയങ്ങളെക്കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത്. പക്ഷേ സാധാരണക്കാരായ ആളുകളുടെ വിഷയത്തിൽ പ്രശ്നങ്ങളാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധിപ്പിക്കാൻ ഒരു തെളിവുമില്ല എന്ന് രാവിലെ റിപ്പോർട്ടിൽ വന്ന് പി വി അൻവർ പറയുകയാണ്. അനിലക്കര, അല്ല, ഞാൻ പി വി അൻവറിന്റെ വക്താവായിട്ടല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുണ്ട് അനിലക്കര. പി വി അൻവർ ഉന്നയിച്ച ഒരു ആരോപണം ഇതാണ്, പോലീസ് സ്റ്റേഷനുകളിൽ CPM-കാരാണെങ്കിൽ 2 അടി കൂടുതൽ കിട്ടുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ CPM-കാരെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുന്നു, ഇടപെടാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അത് ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ആഭ്യന്തര വകുപ്പിനുള്ള അംഗീകാരമല്ലേ? സ്വജനപക്ഷപാതമില്ലാതെ പ്രവർത്തിക്കുന്നു കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെന്ന് ഇടത് ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്താക്കപ്പെട്ട പി വി അൻവർ MLA പറയുമ്പോൾ നിങ്ങൾക്കതെങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും? നിങ്ങളുടെ വാദം എന്താ? സ്വജനപക്ഷപാതം വേണമെന്നാണ്? ഞങ്ങൾ അതിന് ഈ പറഞ്ഞ പി വി അൻവർ പറഞ്ഞ അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ TV തന്നെ കാണിച്ചത് വയനാട് CPM ജില്ലാ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഞങ്ങൾ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും അല്ലല്ലോ ഞങ്ങൾ പറയുന്നത് എന്താണ്, കേരളത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, അത് ലൈഫ് മിഷൻ തൊട്ട് അവസാനം എത്തി നിൽക്കുന്ന എക്സാലോജിക്ക് വരെയുള്ള ആ വിഷയങ്ങളിൽ BJP-യും CPM-ഉം അല്ലെങ്കിൽ RSS-ഉമായുള്ള ബാന്ധവം ഉണ്ടായോ? CBI അന്വേഷണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവോ? കൃത്യമല്ലേ? ഈ ADGP വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് ആരംഭിച്ച വിജിലൻസ് അന്വേഷണം, ഈ സർക്കാർ ആരംഭിച്ച വിജിലൻസ് അന്വേഷണം അതെന്തായി? ഒരു പ്രതിയെ പോലും ആ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ശിവശങ്കരന്റെ മുകളിലേക്ക് ഈ കേസ് എന്തുകൊണ്ട് പോയില്ല? സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കരിവന്നൂർ കേസിൽ ബഹുമാനായ തൃശ്ശൂർ കുന്നംകുളം MLA മുൻ മന്ത്രിയുമായ AC മൊയ്തീന്റെ 48 ലക്ഷം രൂപ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കണ്ടുകെട്ടി അദ്ദേഹത്തെ പ്രതിയാക്കിയില്ല. ഹൈറിച്ച് എന്ന് പറയുന്ന വലിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി ഉത്തരവിട്ടില്ല. ആ ഹൈക്കോടതി ഉത്തരവൊന്ന് അരുൺകുമാർ വായിക്കണം. ഞാൻ ആ കേസ് നന്നായി ഫോളോ ചെയ്യുന്ന ആളാണ്. അഡ്ജുക്കേറ്റിംഗ് അതോറിറ്റി ഒന്നുകൂടി മൊയ്തീന്റെ വാദം ഒന്നുകൂടി കേൾക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടത്. വിട്ടുകൊടുത്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ആ കേസ് ഫോളോ ചെയ്യുന്ന ആളാണ്. ഹൈക്കോടതി പറഞ്ഞത്, മൊയ്തീന്റെ വാദം ഹൈക്കോടതിയിൽ വന്നത് അഡ്ജുക്കേറ്റിംഗ് അതോറിറ്റി ഇത് ശരിവെച്ച സമയത്ത് എന്റെ വാദം കേട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വാദം ഒന്നുകൂടി കേൾക്കാനുള്ള ഉത്തരവാണിട്ടത്. ഈ 48 ലക്ഷം രൂപ വിട്ടുകൊടുത്തതും ആ പണം അദ്ദേഹത്തിന്റെ പരസ്പര സഹായ സംഘത്തിലേക്ക് മാറ്റിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ല, അരുൺകുമാറിന്റെ കയ്യിലുണ്ടെങ്കിൽ കാണിക്കൂ, ഞാൻ തിരുത്താം. എൻ്റെ കയ്യിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ ഓർഡർ ഉണ്ട്. ഹൈക്കോടതി വിധി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ അഭിഭാഷകരിൽ ലഭിച്ച വിവരം അതാണ്. ഞാൻ തിരുത്താൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തായാലും അത് ചർച്ചയ്ക്ക് വന്ന സാഹചര്യത്തിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ആ വിധിയിലെ അവസാനത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നത്, ഫോർ ദി അഫോർമെൻഷൻഡ് റീസൺസ് ദ റിട്ട് പെറ്റീഷൻ ഈസ് അലൗഡ് ഇൻ പാർട്ട് എക്സിബിറ്റ് ഓർഡർ ടു എക്സിക്യൂട്ട് ഡയറക്ട്സ് കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഫ്രീസ് ഓവർ ദി ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ് ഓഫ് ദ പെറ്റീഷൻ ഈസ് സ്ക്വാഷ്ഡ് എന്നാണ്. അല്ല, അതിനകത്ത് മുകളിലേക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അത് ചിലപ്പോൾ ഫ്രീസ് ചെയ്ത് ചിലപ്പോൾ കോഴ്സ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി വീണ്ടും കേൾക്കണം. അതാണ് ആരോപണങ്ങളിൽ നിങ്ങൾ ഏതാ പിടിക്കാൻ പോകുന്നത് എന്നാണ് എന്റെ ചോദ്യം.
നിങ്ങൾ പോലീസ് സ്റ്റേഷൻ പിടിക്കുന്നില്ല, സ്വജനപക്ഷപാതം വേണം എന്ന് നിങ്ങൾ പറയുന്നു. ഈ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തെളിവുമില്ല. മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടേയില്ല. നിങ്ങൾ ഏതാ പിടിക്കാൻ പോകുന്നത് പി വി അൻവറിന്റെ കാര്യത്തിൽ? 8-ാം തീയതി മുതൽ നിങ്ങൾ വലിയ സമരത്തിനിറങ്ങുകയല്ലേ? നിങ്ങൾ എവിടെ പിടിച്ച തുടങ്ങുന്നത് അനിലക്കര? അല്ല, പ്രതിപക്ഷ നേതാവ് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞെന്താണ്? ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവർ ഉന്നയിക്കുന്നു. ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഏതൊക്കെയാണ്? CMRL-മായി ബന്ധപ്പെട്ട കേസിൽ ആ കേസിന്റെ നടപടിക്രമങ്ങൾ എവിടെ എത്തി? ECIR രജിസ്റ്റർ ചെയ്തു. ആ കേസ് ഇപ്പം എന്തായി? ഈ പറയുന്ന ലൈഫ് മിഷൻ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. CBI അന്വേഷണം, ഒരു സ്റ്റേയുമില്ല. വീട് വെച്ച് കൊടുക്കാത്തതിനുള്ള പരിഭവമാണ് പറയുന്നത്. പോലീസുകാർ ഇടപെടുന്നു എന്നാണ് പറയുന്നത് അനിലക്കര. അത് നിങ്ങളുടെ വാദമല്ല പി വി അൻവറിന്. അല്ല അരുൺകുമാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ്, അല്ലാതെ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളല്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ 3 വർഷമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ പി വി അൻവർ ഇന്ന് ഏറ്റുപിടിച്ച്, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ആൾ അത് ഏറ്റുപിടിച്ച് പറയാൻ, അതിന് ഞങ്ങൾ എന്തിനു തള്ളണം? ഞങ്ങളുടെ ആരോപണങ്ങളായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ പൂരത്തിന്റെ കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? അവിടെ ADGP MR അജിത്കുമാറിന്റെ സാന്നിധ്യത്തിൽ, അത് ഞങ്ങൾ മാത്രമാണോ പറഞ്ഞത്? ഇതിനകത്ത് ഘടകകക്ഷിയായ CPI ഇത് തന്നെ പറയല്ലേ? CPI അല്ലേ ഇത് ഞങ്ങളെക്കാൾ കൂടുതൽ ഭാഷയിൽ ഈ വിഷയം പറയുന്നത്? ശരിയാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതും ഗൗരവമാർന്നതുമായ വിഷയം പൂരം കലക്കിയതും CPM RSS ബന്ധം ADGP വഴി ADGPയുടെ കൂടിക്കാഴ്ചയും, ഇതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ എടുക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ള ഒന്നും നിങ്ങൾക്ക് തൊടാനേ കഴിയില്ല. കാര്യം തൊട്ടാൽ നിങ്ങളുടെ കൈ കൂടെ പൊള്ളും. ഞാൻ വരാം അനിലക്കര. ഒരു കാര്യം കൂടി എനിക്ക് BJP പ്രതിനിധിയിലേക്ക്, ഞങ്ങളുടെ കൈയൊന്നും പൊള്ളാൻ പോകുന്നില്ല. ഞാൻ വരുന്നു. അഡ്വക്കേറ്റ് S ജയസൂര്യൻ, രണ്ടാം റൗണ്ടിൽ നമുക്ക് സംസാരിക്കാം. അഡ്വക്കേറ്റ് S ജയസൂര്യൻ, ഇപ്പോൾ അനിലക്കര പറഞ്ഞു നിർത്തിയ ഒരു ഭാഗമുണ്ടല്ലോ, CPM RSS ബന്ധം. യഥാർത്ഥത്തിൽ CPIയെ ആശങ്കപ്പെടുത്തുന്നത്, കേരളത്തിലുള്ള ഇടതുമുന്നണി പ്രവർത്തകരെ ആശങ്കപ്പെടുത്തുന്നത്, ഈ ADGP വഴി മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി കേന്ദ്രത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും RSS ബന്ധം നടത്തുന്നുണ്ടോ എന്നൊരു വലിയ ചോദ്യമാണ്. ഒപ്പം പോലീസിലെ സംഘവൽക്കരണമാണ്. ഇന്ന് റിപ്പോർട്ടർ TVയോട് പറഞ്ഞത്, ചില നേതാക്കന്മാർക്കെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളിൽ നിശബ്ദമായിരിക്കേണ്ടി വരുന്നത് ഇത്തരം ഒത്തുതീർപ്പുകൾ നിങ്ങൾ നേതാക്കൾക്കിടയിൽ ഉണ്ടാവുന്നു എന്നാണ്. പൂരം കലക്കുന്നത് മുതൽ പല ഒത്തുതീർപ്പ് ധാരണകളും നേതാക്കന്മാർക്കിടയിലെ നെക്സസ് ഉണ്ടാക്കുന്നുവെന്നാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, BJP ഈ നെക്സസിന്റെ ഭാഗമാണെന്നാണ് പി വി അൻവറിന്റെ വാദം. പി വി അൻവറിനെ പിന്തുണച്ചാൽ നിങ്ങളും പെടും. കേരളത്തിലെ ജനങ്ങൾ ആശങ്കപ്പെടുന്നത് അരുൺ ഇപ്പോൾ പറഞ്ഞ കാരണങ്ങളെ അല്ല, ആ വസ്തുതകളുമല്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ആശങ്കപ്പെടുന്ന വിഷയം മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതായത് സർക്കാരിനെതിരെ, പാർട്ടിക്കെതിരെയുമാണ് പി വി അൻവർ ഇപ്പോൾ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി വളരെ ശക്തമായി പ്രതികരിച്ചു. അങ്ങനെയാണെങ്കിൽ തെറ്റായിട്ടുള്ള ആരോപണമാണ് എങ്കിൽ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? പി വി അൻവറിനെതിരെ നിയമപരമായി നടപടിയെടുക്കണം. പാർട്ടിപരമായി നടപടിയെടുത്തു എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞു. അത് പാർട്ടിയുടെ വളരെ ഗൗരവതരമായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ കൃത്യമായിട്ട് ഞാൻ പറയാം. അതായത് ഒരു മുഖ്യമന്ത്രിക്കെതിരെ, ഒരു സർക്കാരിനെതിരെ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയം മാത്രമല്ല, അത് കേവലം CPM-നെതിരെ മാത്രമല്ല. അയാൾക്കെതിരെ കേസ് കൊടുക്കാത്തത് എന്താ? പി വി അൻവറിനെതിരെ കേസ് കൊടുക്കണം, നിയമപരമായ നടപടിയെടുക്കണം. എന്താ അർജവമില്ലാത്തത്? എന്താ മുഖ്യമന്ത്രിക്ക് ധൈര്യമില്ലാത്തത്? അതുപോലെ തന്നെ അൻവർ മുന്നോട്ട് വെച്ച ADGP അടക്കമുള്ള ആൾക്കാരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് നിലപാടെടുക്കാത്ത? എന്തിനെന്നുള്ള ചോദ്യം CPM ചോദ്യമാണ്, അരുൺകുമാറിന്റെ ചോദ്യമല്ല. അത് CPM-ന്റെ ചോദ്യമാണ്. കാരണം മുഖ്യമന്ത്രി എന്ന് പറയുന്നതും സർക്കാർ എന്ന് പറയുന്നതും ഇവിടുത്തെ ജനങ്ങളുടേതാണ്, CPM-ന്റെ മാത്രമല്ല. അപ്പോൾ ആ മുഖ്യമന്ത്രിക്കും ആ സർക്കാരിനുമെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി പുറത്താക്കിയിരിക്കുന്നു, ബന്ധമില്ല എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി മാത്രമാണ്. മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും മറുപടി ഇയാൾക്കെതിരെ ക്രിമിനൽ നിയമപരമായി നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ടെലിഫോൺ കോൾ പോയി എന്ന് പറഞ്ഞ BJPയുടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണ്ടേ?
എടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ എടുക്കൂന്ന് തന്നെയാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. എന്താ എടുക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാതെ കേവലം ഞങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന നയമാണ് ഇപ്പോൾ അൻവറിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. അൻവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ബാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യയിൽ എണ്ണം പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളിലും കേസ് കൊടുത്തൊരു രീതി കേരളത്തിലെ രീതി അത് മനസ്സിലായി. അത് മനസ്സിലായി. കാരണം CPM ഇന്ത്യയിലെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല, കോടതിയെ അംഗീകരിക്കുന്നില്ല, ഇവിടുത്തെ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല. CPM ജനാധിപത്യ പാർട്ടിയല്ല. അതുകൊണ്ട് അവർക്ക് ജനാധിപത്യപരമായ നിയമപരമായ ഒരു കാര്യത്തിനോട് ഒരു സംവിധാനത്തോടും ബഹുമാനമില്ല. പക്ഷേ അതിവിടെ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ ജനാധിപത്യം ഒന്നും പറഞ്ഞ് നടന്നിട്ട് ഈ പറയുന്ന വർത്തമാനം പറയരുതെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതായത് രാജ്യത്തിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ എന്ന് പറയുമ്പോൾ അത് പാർട്ടിയല്ല, അത് പാർട്ടിക്ക് അതീതമാണ്. ഭരണകൂടത്തെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയത് PV അൻവർ. അപ്പൊ ഭരണകൂടത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ ഞാൻ നിന്നോടുള്ള കൂട്ടുവെട്ടി എന്ന് സ്കൂൾ കുട്ടികൾ പറയുന്നത് പോലെ അല്ല മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത്, പാർട്ടി സെക്രട്ടറി പ്രതികരിക്കേണ്ടത്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ള അതേ ഗൗരവത്തോടെ എടുക്കണം. കൈ ഒഴിയാനും കൈ കഴുകാനും സാധ്യമല്ല. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും കൈ ഒഴിഞ്ഞ് കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ഗൗരവതരമാണെങ്കിൽ അന്വേഷിച്ച് നടപടിയെടുക്കണം എന്ന ആർജവം എന്താ മുഖ്യമന്ത്രിക്കില്ലാത്തത്? എന്താ പാർട്ടി സെക്രട്ടറിക്ക് ഇല്ലാത്തത്? അപ്പോൾ ഇവർക്കൊക്കെ പേടിയുണ്ട്, അവരുടെ തലയിൽ പപ്പുണ്ട്, ഇവരുടെ മടിയിൽ കനമുണ്ട്, അവർ കുറ്റവാളികളാണെന്നുള്ള കുറ്റബോധമുണ്ട്. അതുകൊണ്ടല്ലേ അവർ നിശബ്ദത പാലിക്കുന്നത്, അതുകൊണ്ടല്ലേ അവർ വിഷയം വഴിതിരിക്കാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ടല്ലേ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. എന്താ പുറത്താക്കിയത് കൊണ്ട് മാത്രം നിയമപരമായ നടപടിയില്ലാതാകും? കേവലം മറുപടി മാത്രം മതിയോ? ഇന്നിപ്പോൾ ഈ ചർച്ചയിലും അനിൽകുമാർ പറയുന്നു, പാർട്ടി സെക്രട്ടറിയും പറയുന്നു, MR അജിത്കുമാറൊന്നും അത്ര വലിയ പ്രിയപ്പെട്ടവരൊന്നുമല്ല. അല്ല, ഈ ബിനോയ് വിശ്വത്തിന്റെ ഉറപ്പൊക്കെ നാളെ പിണറായി വിജയൻ കണ്ണുരുട്ടുമ്പോൾ തീർന്നു പോകാനുള്ള ഉറപ്പേ ഉള്ളൂ. ഇതൊക്കെ വെറുതെ ജനങ്ങളെ പറ്റിക്കാനും CPIയുടെ അണികളെ പറ്റിക്കാനും വേണ്ടിയുള്ള ആരോപണമാണ് ബിനോയ് വിശ്വം മുന്നോട്ട് വെക്കുന്നത്. നാളെ പിണറായി വിജയൻ കണ്ണുരുട്ടി നോക്കിയാൽ ബിനോയ് വിശ്വം മൂത്രമൊഴിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാ. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസമായി, എത്ര നാളായി ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? പക്ഷേ ഉണ്ടായില്ലല്ലോ. കുഴപ്പണം കേസ് അടക്കം എഴുതിത്തള്ളിയത് ഏത് സാഹചര്യത്തിലാണ്? എങ്ങനെയാണ് കരുവന്നൂർ കേസ് ഒത്തുതീർപ്പായത്? പല കേസുകളും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വരുമ്പോൾ ഒത്തുതീർപ്പിന് വേണ്ടി, കേന്ദ്രാനുകൂല്യത്തിന് വേണ്ടി ഈ ADGP ഇടപെട്ടിട്ടുണ്ടോ എന്ന ഗുരുതരമായൊരു വിഷയം PV അൻവറിന് പിന്നാലെ കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് അനിലക്കരെ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അതാണ് ഇടത് സഖാക്കളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഈ ഏതെങ്കിലും ഒരു കോണിൽ അതിലൊരു വാസ്തവമുണ്ടോ എന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ അന്വേഷണം നടത്താനാണ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. സംശയിച്ചാൽ മാത്രം പോരാ, ചർച്ച നടത്തിയാൽ മാത്രം പോരാ, ആരോപണം ഉന്നയിച്ചാൽ മാത്രം പോരാ. സംശയിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അന്വേഷിക്കൂ. ഭരണകൂടത്തിന്റെ കയ്യിൽ അന്വേഷണ ഏജൻസികളില്ലേ, പോലീസില്ലേ, രഹസ്യാന്വേഷണ വിഭാഗമില്ലേ? ഇല്ലെങ്കിൽ കോടതിയിലേക്ക് പോകാൻ ഞങ്ങൾ എവിടെ പോയിട്ട് അന്വേഷിക്കണേ? പ്രതിപക്ഷം എങ്ങനെ അന്വേഷിക്കും? PV അൻവർ എങ്ങനെ അന്വേഷിക്കും? ഞങ്ങൾ എങ്ങനെ അന്വേഷിക്കും? അല്ലെന്നേ, സംസ്ഥാന ഭരണകൂടത്തിന് PV അൻവറിന്റെ അന്വേഷണത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഈ CPM പറഞ്ഞ ആരോപണമുണ്ടെങ്കിൽ, കോൺഗ്രസിന് പറഞ്ഞ ആരോപണമുണ്ടെങ്കിൽ, ആ ആരോപണത്തിന് CPMന്റെ കയ്യിലിരിക്കുന്ന അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ധീരമായ നടപടി എടുത്തുകൂടെ? ആ നടപടി എടുക്കാനല്ല ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. അതൊന്നും ചെയ്യാതെ വഴിതിരിച്ചു വിടുകയാണ്. ആ പറയുന്നതിന്റെ അതാണ് അരുൺ ഞാനും പറയുന്നത്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ കൊണ്ട് ഈ വിഷയം കുഴിച്ചു മൂടാനാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിക്കുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇവിടെ ആത്മാർത്ഥതയില്ല. ഈ വസ്തുതകൾ പുറത്തു വരണമെന്നും കുറ്റവാളികളെ കണ്ടെത്തണമെന്നും ഇതിന്റെ പിന്നിലുള്ള സത്യം തെളിയിക്കപ്പെടണമെന്നും UDFനും LDFനും തരിമ്പ് താല്പര്യമില്ല. അവർ രണ്ടും ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളാണ്. PV അൻവർ ഇനി സഖാവ് PV അൻവർ അല്ല. ചുരുങ്ങിയ പക്ഷം പാർട്ടിയുടെ ബന്ധത്തിലെങ്കിലും PV അൻവർ നിജമോ പൊയ്യോ എന്നാണ് ചോദ്യം. അതിഥികളായത് മുഖപ്പം കോൺഗ്രസ് പ്രതിനിധി അനിലക്കര, CPM പ്രതിനിധി അഡ്വക്കേറ്റ് അനിൽകുമാർ, ഒപ്പം BJP പ്രതിനിധി ജയസൂര്യൻ എന്നിവരുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് K. അനിൽകുമാറിലേക്ക് കൂടി പോകുന്നു. അഡ്വക്കേറ്റ് K. അനിൽകുമാർ,
അനിൽകുമാർ അതിഥികളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുന്നതിനോടൊപ്പം എനിക്കൊരു ചെറിയ ചോദ്യമുള്ളത്, ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുന്നൊരു ഭാഗം കണ്ടു. അത് പി ശശിയെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ്. പി ശശിയെക്കുറിച്ചുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി പാർട്ടിയുടെ അന്വേഷണത്തിലിരിക്കുന്ന പി ശശിയുടെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഒരു ക്ലീൻ ചിറ്റ് പാർട്ടിയുടെ അന്വേഷണം തീരും മുമ്പ് കൊടുത്തത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതിനെന്താണ് പാർട്ടി സെക്രട്ടറി നൽകിയ മറുപടി? ഇതാണ് യഥാർത്ഥത്തിൽ PVN ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം. അതായത് മുഖ്യമന്ത്രി പാർട്ടിയെയും പാർട്ടി സെക്രട്ടറിയെയും നിശബ്ദനാക്കാൻ വേണ്ടി പാർട്ടി സെക്രട്ടറിക്ക് മുൻപേ തന്നെ വന്ന് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറയുന്നു. ഈ അർത്ഥത്തിൽ ഒരു പിണറായിസം CPM നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അതിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നു. അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നു. കൂച്ചുവിലങ്ങിടുന്നു. എല്ലാം പിണറായിക്ക് വേണ്ടിയും റിയാസിന് വേണ്ടിയുമാണെന്ന് പറയുന്നു. റിയാസിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ. ഈ കളിയിൽ റിയാസ് ഇല്ല. പക്ഷേ പി ശശിയുണ്ട്. പി ശശിക്കെതിരെയുള്ള അന്വേഷണം പാർട്ടിയിലുണ്ട്. പക്ഷേ ആ അന്വേഷണം തീരും മുൻപ് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റും കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ ശരിയാവും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? ഒന്ന്, ഇവിടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി പ്രതിപക്ഷം 3.25 കൊല്ലമായി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അൻവർ ഉന്നയിച്ചതെന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയും പറഞ്ഞു. അൻവറിൻ്റെയിൽ പുതുതായിട്ടൊന്നുമില്ല. സതീശനും ചെന്നിത്തലയും പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ അൻവർ വീണ്ടും അവരുടെ കോളാമ്പിയായി മാറിയെന്നല്ലാണ്ട് വേറെ പുതുതൊന്നുമില്ല. ഇനി കേരളത്തിലെ LDF സർക്കാരിനെതിരായിട്ട് പറയുന്ന ഈ നുണ കഥകളുണ്ടല്ലോ, അഴിമതി കഥകൾ, അതിൽ നിന്നും LDF സർക്കാർ പുറത്തു വന്ന് വിജയശ്രീലാളിതരായത് കോടതി വഴിയാണ്. ഫോണിൽ എന്തായിരുന്നു ഹൈക്കോടതി വിധി? രമേശ് ചെന്നിത്തലയുടെ ചെവിട്ടത്തിന് അടി കിട്ടിയോ? സതീശൻ്റെ ചെവിട്ടത്തിനിട്ട് പെരുക്കിയോ കോടതി? കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ BHEL ടെൻഡർ എടുത്ത് നടപ്പാക്കുന്ന റെയിൽടെൽ ടെൻഡർ എടുത്ത് നടപ്പാക്കുന്ന അതിൽ അഴിമതിയുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് ഓടിയിട്ട് സതീശനെ മാലയിട്ട് സ്വീകരിച്ചോ ഹൈക്കോടതി? പിണറായി വിജയൻ്റെ മകള് അല്ലെ പിണറായി വിജയൻ്റെ മകൻ്റെ അമ്മായിയച്ഛൻ പിണറായി വിജയൻ്റെ വീട്ടിലെ പെട്ടി സതീശ എവിടെയാ പെട്ടി? സതീശ കോടതി പറഞ്ഞോ? സതീശൻ പറയുന്നത് കേരള ഹൈക്കോടതിയെ പിണറായി വിജയൻ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ ഒരു കൂടിക്കാഴ്ചയുടെയും ഭാഗമായിട്ടല്ല, കോടതിയിൽ കേസ് നടത്തി ജയിച്ചാൽ ഞങ്ങൾ. രണ്ടാമത് ക്യാമറയിൽ അഴിമതിയുണ്ടെന്ന് പറഞ്ഞു. 3 തവണയായിട്ട് 9 മാസമായിട്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കെൽട്രോൺ ടെൻഡർ കൊടുത്ത കമ്പനിക്ക്. സതീശൻ്റെ ഒരു കുത്തിത്തിരിപ്പും ആ കേസിൽ നടന്നില്ല. ഇനി കുഴൽനാടൻ്റെ കേസിലെ സാഹചര്യം എന്താണ്? എക്സാലോജിക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചുരുക്കി പോവുമോ? മൂവാറ്റുപുഴ കോടതിയിലെ കേസിലെ വിധി അവിടെ കിടക്കട്ടെ. തിരുവനന്തപുരം കോടതിയിലെ കേസ് ഞങ്ങൾ RSSൻ്റെ ഏതെങ്കിലും ആളുകളുമായിട്ട് ADGP കൂടിക്കാഴ്ച നടത്തിയിട്ടാണോ കുഴൽനാടൻ കേസിൽ വിധി വന്നത്? ഒരു കീറ്റക്കടലാസില്ലല്ലോ പിണറായി വിജയനെ അതിൻ്റെ അകത്ത് ചോദ്യം ചെയ്യാൻ. എന്നിട്ടാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് സ്വർണ്ണം കള്ളക്കടത്ത് നടത്തി. അത് എവിടേക്കാണ്? അത് കോൺസുലേറ്റ് അഡ്രസ്സിലാണ്. അരുൺകുമാറിൻ്റെ വിലാസത്തിലേക്കൊരു സാധനം വന്നാൽ അരുൺകുമാറാണ് ആ വിലാസക്കാരൻ. വിലാസക്കാരനായ അരുൺകുമാർ അത് ക്ലെയിം ചെയ്താൽ നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം. കോൺസുലേറ്റ് ജനറലിനാണ് ഉത്തരവാദിത്വം. കോൺസുലേറ്റ് ജനറൽ പ്രതിയല്ല, അയച്ച ഫൈസൽ ഫരീദ് പ്രതിയല്ല. അവർക്കാർക്കും ഉത്തരവാദിത്വമില്ല. പിണറായി വിജയൻ ചുമന്നോണം. NIA കേസിലെ ആ കുറ്റപത്രം ഒന്നെടുത്ത് വായിച്ച് കേൾപ്പിക്കുക. അനിലക്കരെന്ന് കേക്ക്. എന്താ അനിലക്കരെ? കള്ളക്കടത്തിനെ കുറിച്ച് ശിവശങ്കറിനോട് പോലും വിവരം വെളിപ്പെടുത്തിയിട്ടില്ല സ്വപ്ന എന്നല്ലേ NIA കണ്ടെത്തിയത്. ക്യാമറയുടെ കാര്യത്തിൽ കേസ് ക്ലോസ് ആയിട്ടില്ലേ? ക്ലോസ് ചെയ്യേണ്ട കാശ് കൊടുപ്പിക്കുന്നുണ്ടോ? വേണ്ട, ഞങ്ങൾ പറയുന്നത് പറഞ്ഞോളൂ. ഞാൻ ക്ലോസ് ആയില്ലെന്ന് പറഞ്ഞല്ലോ. 3 തവണയായിട്ട് 9 മാസമായിട്ട് പൈസ കൊടുക്കാൻ ഇടക്കാല ഉത്തരവ്. പ്രാഥമികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാൻ പറയുമോ? ടെൻഡർ പ്രകാരം കൊടുക്കേണ്ട കാശ് സർക്കാർ കൊടുത്തോളാം ഉത്തരവിട്ടിരിക്കുക. എന്നാൽ പെട്ടെന്ന് ആ കേസൊന്ന് കേൾക്കാൻ സതീശനോട് ഞാൻ അപേക്ഷിക്കുക. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അപേക്ഷിക്കുന്നു. സതീശ അടിയന്തരമായി കോടതിയിൽ പോയി ആ ക്യാമറ കേസൊന്ന് ഉടനെ കേൾപ്പിക്കണേ. ഞങ്ങളെ ഒന്ന് ഉടലോടെ അങ്ങോട്ട് കൈകാര്യം ചെയ്യണേ. പിന്നെ ഇപ്പോൾ AC മൊയ്തീൻ ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിച്ചത് ഇവർ ഈ പറയുന്ന ദത്താത്രേയ ഹോസ്പിറ്റലിലെ കണ്ടിട്ടാണ്. ആ സുപ്രീം കോടതിയിലേക്ക് നിങ്ങൾ ചെല്ലപ്പാ. ഇതുവരെ ഒരു കോടതിയിൽ നിങ്ങളുടെ യെദ്യൂരപ്പയ്ക്കിട്ട് കിട്ടിയല്ലോ പണി. രാജിവെക്കണോ യെദ്യൂരപ്പ? BJPയും കോൺഗ്രസും കൂടെ കർണാടകത്തിലെടുത്ത് അത് പിണറായി വിജയന്റെ അത് ഞാൻ പറയട്ടെ, ഞാൻ അങ്ങോട്ട് പറയട്ടെ. സിദ്ധരാമയ്യയെ കുറിച്ചല്ലേ? യെദ്യൂരപ്പയല്ല സിദ്ധരാമയ്യ. യെദ്യൂരപ്പ ഉണ്ടല്ലോ, സിദ്ധരാമയ്യ ഉണ്ടല്ലോ. 2 കൂട്ടരോടെയാണ്.
അതെ അതെ, യെദ്യൂരപ്പയും ഉണ്ട്, സിദ്ധരാമയ്യയും ഉണ്ട്. BJP സർക്കാരിൻ്റെ കാലത്താണ് കൂട്ടുകച്ചവടമായിരുന്നു. ഈ കൂട്ടുകച്ചവടം കർണാടകത്തിലാണ്, കേരളത്തിലില്ല. പിന്നെ എക്സാലോജിക്കെന്ന് കേട്ട ഉടനെ ഞങ്ങൾ ചുരുക്കില്ല കേട്ടോ. അവിടെ ഉമ്മൻചാണ്ടിയുടെ കള്ളപ്പണം കിടപ്പുണ്ടേ. ഉമ്മൻചാണ്ടി വാങ്ങിച്ച കള്ളപ്പണം നികുതി അടച്ച് മാപ്പാക്കി കൊടുത്തു കേന്ദ്രം. ഒത്തുതീർപ്പല്ലേ? ADGP അജിത് കുമാർ KC വേണുഗോപാലിന്റെ പോക്കറ്റ് കയറിയിട്ട് സോളാർ കേസ് ഒത്തുതീർപ്പാക്കി കൊടുത്തു. അൻവർ പറയുന്നു. CPM പറഞ്ഞിട്ടാ ആ ബലാത്സംഗ കേസുകളെല്ലാം കൂടെ അങ്ങ് തീർപ്പാക്കി കൊടുത്തത്, ADGP സഹായിച്ചു കൊടുത്തത്. ആരെ സഹായിക്കാനാണ്? പരാതിക്കാരിയുടെ ടെലിഫോൺ ADGP അജിത് കുമാറിന്റെ നമ്പർ ഉണ്ടെന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാണ് ആരോപണം. സുപ്രീം കോടതിയിൽ പക്ഷേ എന്റെ ചോദ്യത്തിലേക്ക് അങ്ങ് നേരിട്ട് വരുമോ? ശരി, ഇനി എന്റെ ചോദ്യത്തിലേക്ക് അങ്ങ് നേരിട്ട് വരുമോ അനിൽകുമാർ? ഈ പി ശശിക്കെതിരെ പാർട്ടി അന്വേഷണം നടക്കുന്ന വേളയിൽ മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് കൊടുത്തത് ശരിയോ? ചോദ്യത്തിലേക്ക് വരാം. ഞാൻ പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അൻവറിനോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് പറയാനുള്ളത് വന്ന് എഴുതി തരാൻ പറഞ്ഞു. അൻവർ എഴുതി കൊടുത്തു. എഴുതി കൊടുത്ത പരാതിയിൽ പി ശശിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തിനാണ് ശശിയുടെ പേര് ഒഴിവാക്കിയത്? അത് അൻവർ ഒന്ന് പറഞ്ഞുതരാദ്യം. പി ശശിയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ആദ്യ പരാതിയിൽ എഴുതി കൊടുത്താൽ ആ പരാതി നേരെ DGPക്ക് ചെല്ലും. പി ശശിയെക്കുറിച്ചും കേരള സർക്കാർ അന്വേഷിക്കും. സംശയം എന്താണ്? DGP പി ശശിയെക്കുറിച്ച് അന്വേഷിക്കുന്ന ആർക്കാ തർക്കം ഇവിടെ? എന്താ എഴുതി കൊടുക്കാഞ്ഞത്? രണ്ടാമത്, തിരുവനന്തപുരത്ത് വണ്ടി പിടിച്ചു വന്ന് പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. അത് കഴിഞ്ഞും പത്രക്കാരോട് വർത്തമാനം പറഞ്ഞു. ആ പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ പി ശശിക്കെതിരായി ഒരൊന്നും എഴുതിയിട്ടില്ല. അവസാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനം വിശദീകരിക്കുമ്പോൾ പി ശശിക്കെതിരായി സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് വേറൊരു കടലാസ് കൊണ്ട് എഴുതി കൊടുക്കുന്നത്. അപ്പം അൻവറിന് പോലും ബോധ്യമില്ലാത്ത കാര്യം പിന്നീട് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കും. പക്ഷേ ആ പാർട്ടി പ്രവർത്തിക്കുന്ന ആളെ കുറിച്ചുള്ള ബോധ്യം മുഖ്യമന്ത്രിക്ക് പറയാൻ അവകാശമുണ്ട്. ഇല്ലില്ല, അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ബോധ്യം പറയും. അതിന് വ്യത്യസ്തമായി പാർട്ടിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ അന്വേഷണത്തിന്റെ ബോധ്യം പറയും. പോളിറ്റ് ബ്യൂറോ അംഗം ഒരു നിലപാടെടുത്താൽ പിന്നെ സംസ്ഥാന കമ്മിറ്റിക്ക് മറ്റൊരു നിലപാടെടുക്കുക സാധ്യമാണോ അനിൽകുമാർ? പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്താൽ ആ അന്വേഷണം കഴിഞ്ഞില്ലേ? CPMന്റെ പ്രത്യേകത അതാണ്. ദയവായി മനസ്സിലാക്കൂ. എൻ്റെ ആഫീസിൽ ഒരാൾ ജോലി ചെയ്യുന്നു. ആ ആൾ എങ്ങനെ ജോലി ചെയ്യുന്നുള്ള എൻ്റെ ബോധ്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി അൻവർ അല്ല ഈ ലോകത്തെ ആരും പയാർജിക്ക് എഴുതി തരൂ. നിങ്ങൾ എഴുതി തന്നാൽ അതിന് വസ്തുതയുണ്ടെങ്കിൽ നിങ്ങളോട് സംവദിക്കാൻ ഞങ്ങൾ തയ്യാർ. ഞങ്ങളുടെ പാർട്ടി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കീഴ്പ്പെടുന്ന പാർട്ടിയല്ല. ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ മറ്റതിലേക്ക് പോകേണ്ടതുണ്ട്. നോക്കൂ, നിലവിലെ ADGP MR അജിത്കുമാർ അനധികൃതമായ സ്വത്ത് സമ്പാദനം നേടുന്നു. 65 ലക്ഷം രൂപ രൊക്കം പണമായിട്ട് കറൻസി ആയിട്ട് കൊടുത്തു എന്നാണ് രേഖയിൽ പറയുന്നതെന്ന് PV അൻവർ പറയുന്നു. നടപടിയില്ല, നടപടി വേണ്ടേ? വിജിലൻസ് അന്വേഷണം പ്രാഥമികമായി നേരിടുന്നു, ഇപ്പോഴും അതേ ചുമതലയിൽ തുടരുന്നു. ഇതേ മനുഷ്യൻ SIT അന്വേഷണം, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, സ്വർണം പൊട്ടിക്കലടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്നു. ക്രമസമാധാന ചുമതലയിൽ അദ്ദേഹം ഇപ്പോഴും ഇരിക്കുന്നു. അതിനകത്തൊരു നൈതികതയുടെ പ്രശ്നമില്ലേ, ധാർമ്മികതയുടെ പ്രശ്നമില്ലേ അനിൽകുമാർ? അവിടെയാണ് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞത്. മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ മറ്റ് ജില്ലകളെക്കാൾ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഹവാല പണം പിടിച്ചു, ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചു. അൻവർ ആവശ്യപ്പെടുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസുകാർ പിടിക്കാതെ പുറത്തേക്ക് വിടുന്ന സ്വർണം പോലീസ് പിടിച്ചാൽ കസ്റ്റംസിനെ തിരിച്ചേൽപ്പിക്കുന്ന പണി പോലീസ് ചെയ്താൽ മതി. വേറെ ഒരു പണിയും പോലീസ് ചെയ്യണ്ട. ഇപ്പോഴല്ലേ ഭാരതീയ ന്യായ സംഹിത വന്നതിന് ശേഷമല്ലേ നിയമം കർശനമായി നിൽക്കുമ്പോൾ സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ്. എനിക്കൊന്ന് കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകണം. അനിലക്കര, നമുക്ക് 1 മിനിറ്റ് സമയമേ പരിധിയുള്ളൂ. ചുരുങ്ങിയ വാക്കുകളിൽ അനിൽ. ഭാരതീയ ന്യായ സംഹിത 111. അതെ, ഇപ്പോഴാണ് ഇതുവരെ ഉള്ളതിനകത്ത് 102 പറ്റൂ. CRPC മാർക്സിസ്റ്റ് പാർട്ടിയെ വിജയരാഘവൻ പറഞ്ഞ പോലെ ചിതലരിച്ചിരിക്കുകയാണ്. അത് ഈ കൊള്ളമുതൽ പങ്കുവെക്കുന്ന വിഷയത്തിലാണെങ്കിലും MM ലോറൻസിന്റെ ശവോടൊപ്പ് വിഷയത്തിലാണെങ്കിലും ഒക്കെ ഈ പാർട്ടി അടിമുടി തകർന്നു. ചിതലരിച്ച പാർട്ടിയാണ്. BJPയും RSSുമായി ഇവരുടെ കട്ട മുതൽ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധാരണയുമായി ഇവർ പോവുകയാണ്. അത് ഞങ്ങൾ ഇപ്പൊ പറയുന്നതല്ല, അൻവറിനെ ഏറ്റുപിടിച്ച് പറയുന്നതല്ല, ഞങ്ങൾ കുറെ കാലമായി പറയുന്നതാണ്.
എല്ലാ കാലത്തും ഇവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇപ്പൊ ഈ ലോകസഭയിൽ ഇവർ പരാജയപ്പെട്ടല്ലോ, അന്ന് ശബരിമല വിവാദമില്ലല്ലോ. അപ്പൊ ഇത് ഇവർക്കെതിരായ ജനവിധിയാണ്. ഇനി വരാനിരിക്കുന്ന പാലക്കാടും ചേലക്കരയും വയനാടും 3 ഉപതെരഞ്ഞെടുപ്പുകൾ. ആ ഉപതെരഞ്ഞെടുപ്പിലും സർക്കാരിനെതിരായിട്ടുള്ള ഈ BJP RS ബാന്ധവത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം കേരള ജനതയുടെ ഭാഗത്തുണ്ടാകും. ഇതേപോലെ പാർട്ടിയിൽ കലഹമുണ്ടാക്കി മുന്നണിയിൽ നിന്ന് പുറത്തുപോയ ഒരാളെ പിന്നീട് BJP സഖ്യകക്ഷിയായിട്ട് കൂട്ടി അങ്ങ് പൂഞ്ഞാറിൽ. ജനപക്ഷം എന്നായിരുന്നു പാർട്ടിയുടെ പേര്. മലപ്പുറത്ത് അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമോ ശ്രീ ജയസൂര്യൻ? അങ്ങനെയല്ല PC ജോർജ് പുറത്തു പോയത്. PV അൻവറിന്റെ രീതിയിലല്ല. PV അൻവർ കൂടെ കിടന്നയാളാണ്, പാർട്ടിയുടെ സ്വതന്ത്ര MLA ആണ്. അദ്ദേഹം കൂടെ കിടന്നപ്പോൾ രാപ്പനി മനസ്സിലായപ്പോൾ സത്യം വിളിച്ചു പറഞ്ഞു. അതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള പ്രതികരണം. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. കാരണം അദ്ദേഹം കൂടെയുള്ളയാളാണ്. ശരി, നന്ദി ശ്രീ ജയസൂര്യൻ. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അനിൽകുമാർ, ശ്രീ അനിലക്കര ചർച്ചയിൽ ചേർന്നത്.